ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു മഹലിൽ അവർക്കാണ് ഭൂരിപക്ഷമെങ്കിൽ നിസ്സംശയം അവർക്ക് സ്ഥാപനം വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഭൂരിപക്ഷത്തെ മാനിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ ഭൂരിപക്ഷത്തെ മാനിക്കാൻ തയ്യാറാണെന്ന് അവർ പറയുമോ? അവരെ കൊണ്ട് പറയിക്കേണ്ടത് പോലീസിന്റെ കടമയല്ലേ? നേരെ മറിച്ച് പോലീസ് വന്ന് ചർച്ചയ്ക്ക് വരുമ്പോൾ 4 ആളെ ഉള്ളുവെങ്കിലും 4 ആൾക്ക് വീതം വെച്ചു കൊടുക്കാൻ ആഭ്യന്തര വകുപ്പ് പറഞ്ഞാൽ അതിന് വിടുവേല ചെയ്യേണ്ടവനല്ല കാക്കിയിട്ട പോലീസുകാരൻ. ആഭ്യന്തരമന്ത്രിയുടെ തറവാട്ട് സ്വത്തിന് നല്ല ശമ്പളം വാങ്ങുന്നത് കേരളത്തിലെ ജനങ്ങളല്ല. തിരൂർ ഡിവൈഎസ്പിയോട് ഞങ്ങൾക്ക് ആധികാരികമായി പറയാനുണ്ട്. ഹൈക്കോടതിയുടെ വിധി എന്ത് തിരൂർ ഡിവൈഎസ്പി വെട്ടിപ്പറിക്കുന്നു? ഹൈക്കോടതി വളരെ വ്യക്തമായി വിധി തന്നിട്ടുണ്ടല്ലോ. ഹൈക്കോടതിയുടെ റൂൾ നോക്കുക നിങ്ങൾ, വളരെ വ്യക്തമായി ആ മദ്രസയിൽ, തിരൂരിലെ മദ്രസയിൽ എന്തു ചെയ്യണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. There will be an interim direction that without a unanimous decision of all concerned the curriculum shall not be altered. Curriculum shall not be altered. കരിക്കുലം മാറ്റാൻ പാടില്ല, സിലബസ് മാറ്റാൻ പാടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞാൽ ഹൈക്കോടതി ഉത്തരവോ കോടിയേരി ബാലകൃഷ്ണൻ ഉത്തരവോ ഏതാണ് നിങ്ങൾ നടപ്പാക്കേണ്ടത്? ഹൈക്കോടതിയോ കോടിയേരിയോ വലുത്? ഞങ്ങൾ ചോദിക്കുന്ന ഹൈക്കോടതി ഉത്തരവ് ഉറപ്പാക്കണം. പോലീസിന്റെ ചുമതല ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്ന് മാറും, നാളെ വരും, ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് ആള് മാറി വരും. ഹൈക്കോടതി ഉത്തരവിട്ടാൽ ഉത്തരവ് നടപ്പാക്കിക്കൊള്ളണം പോലീസ് ഉദ്യോഗസ്ഥന്റെ ചുമതല. അതുകൊണ്ട് എസ്.പിയോട് ഞങ്ങൾക്ക് മാന്യമായി ആവശ്യപ്പെടേണ്ടത് തിരൂർ ഡിവൈഎസ്പിയോട് ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കി സമസ്തയുടെ സിലബസ് പഠിപ്പിക്കാൻ സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ പറയണം. സബ് ഇൻസ്പെക്ടറെ കുറിച്ച് ഞങ്ങൾക്ക് പരാതിയില്ലല്ലോ തിരൂരിന്. സബ് ഇൻസ്പെക്ടർ മാന്യമായി കൈകാര്യം ചെയ്യുന്നു. ഡിവൈഎഫ് ചെയ്യുന്ന നിയമത്തിനെതിരാണ്, കോടതിക്കെതിരാണ്. ആ നടപടി തുടരുന്ന പക്ഷം പ്രതിഷേധിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അത് തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് അവരെ ന്യായമേ ചോദിക്കുന്നുള്ളൂ. 2 കാര്യം പോലീസുകാർ ചെയ്തൂടെ? മാന്യമായി 1, ആർക്കാണ് മഹലിൽ ഭൂരിപക്ഷം പരിശോധിക്കട്ടെ. 2, ഡോക്യുമെന്റ് ആരുടെ കയ്യിലാ നോക്കട്ടെ. ആരുടെ കയ്യിലാ ഡോക്യുമെന്റ്? ആധാരം, സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ, പാരമ്പര്യം, ഇതാര് സൃഷ്ടിച്ചിരിക്കുന്നു നോക്കണം. അത് നോക്കിയിട്ട് നീതിപൂർവ്വം ചെയ്താൽ മതി. അവരുടെ ഒരു മദ്രസയും ഞങ്ങൾക്ക് പിടിച്ചെടുക്കണ്ട. ആരാന്റെ ഊരമേൽ കൂര കെട്ടാൻ ഞങ്ങൾ വരില്ല. ആരാണ് ഉണ്ടാക്കി വെച്ച് ഞങ്ങൾക്ക് വേണ്ട. പോലീസുകാരോട് അവർ പറഞ്ഞ ഏക ന്യായം എന്താ? ഞങ്ങൾക്ക് പങ്കുവെക്കാൻ ഞങ്ങളും സംഭാവന കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 4 പേര് സംഭാവന കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 4 പേരുടെ വീതം കിട്ടണം. ശരി, സംഭാവന കൊടുത്തവർക്ക് വീതം വെക്കലാണോ? ഞങ്ങൾ റെഡി, വീതം വെക്കാം. ആദ്യം കാരന്തൂര് മതി. സംഭാവന കൊടുത്തവർക്ക് വീതം വെക്കലാണോ? ഞങ്ങൾ റെഡി, വീതം വെക്കാം. ആദ്യം കാരന്തൂര് മർക്കസിനും തുടങ്ങട്ടെ. കാരന്തൂര് മർക്കസിന് സംഭാവന കൊടുത്ത ആൾക്കാർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അതിന് ഭൂമി കൊടുത്ത ആളുകളുണ്ട്. മുക്കം മോയ്മോനാജി അടക്കമുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. അതിനുവേണ്ടി ഓടി നടന്ന CHI ഓഫീസിലാർ ഇവിടെയുള്ള നേതാക്കളിൽ പറയും കാരന്തൂര് മർക്കസ് ആദ്യം വീതം വെക്കട്ടെ, എന്നിട്ട് വീതം വെപ്പ് തുടങ്ങാൻ നമുക്ക് നാട്ടിലാകെ. അങ്ങനെ നാട് ഫസാദാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മതസംവിധാനത്തെ തകർക്കാൻ പോലീസ് കൂട്ടുനിന്നാൽ നിയമപാലകരോട് ഞങ്ങൾ പറയുന്നു, ഇത് തുടക്കം മാത്രമാണ്. നിങ്ങൾക്ക് തലവേദന തീർച്ചയായും ഉണ്ടാകും. ക്രമസമാധാന പാലനത്തിന് നിങ്ങൾ ഒരുക്കിയ സംവിധാനം ഒന്നും മതിയാകില്ല. ഇതുവരെ കേരളത്തിലെ ഒരു ഭൂമികയിലും സമത്വ കേരള ജംഇയ്യത്തുലമ ഇതുപോലെ ആഹ്വാനം ചെയ്ത് കുഴപ്പം സൃഷ്ടിച്ചിട്ടില്ല. ഇത് കുഴപ്പവുമല്ല. പാലക്കാട് തങ്ങളാണ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അത്യപൂർവമാണ്. മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇത് അതിശക്തമായ പ്രതിഷേധത്തിന്റെ ആഞ്ഞു വീഴ്ചുന്ന കൊടുങ്കാറ്റിന്റെ തുടക്കമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആണയിട്ട് മറുത്തു മുറിച്ചും വരാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല, ഒന്നും ആലോചിക്കാനില്ല. മറ്റൊന്നിനും മതത്തിന് വേണ്ടിയാണ്, മതത്തിന് വേണ്ടി. മതത്തിന്റെ വഖഫ് സ്വത്ത് വാക്കിഫിന്റെ ഉദ്ദേശം പൂർത്തിയാക്കണം. എന്താ നിങ്ങൾ നിലമ്പൂർ ചെയ്തത്? അവിടെ വാക്കിഫ് ജീവിച്ചിരിപ്പുണ്ടല്ലോ. കരുണായിൽ വഖഫ് സ്വത്ത് കൊടുത്ത ആൾ ജീവിച്ചിരിപ്പുണ്ട്. ആ മഞ്ചേരി മുനിസിപ്പലിൽ നിന്ന് വ്യക്തമായ ഉത്തരവിധ 1, സിലബസ് മാറ്റാൻ പാടില്ല. ആ സിലബസ് പഠിപ്പിക്കേണ്ടത് ആരാണെന്ന് ആ കമ്മിറ്റി തീരുമാനിക്കണം. ഷൗക്കുൽ ഇസ്ലാം മദ്രസ ചെട്ടി കരുളായി. ഈ മദ്രസ 1740 നമ്പറായി 966 മുതൽ സമത്വക്കുള്ള മദ്രസ. ഈ മദ്രസയ്ക്ക് ഇതാ മഞ്ചേരി മുനിസിപ്പലിന്റെ ഓർഡർ, പച്ച മലയാളത്തിലെ മുനിസിപ്പലിന്റെ ഓർഡർ. ഈ ഓർഡർ എന്തേ നടപ്പാക്കി കൊടുക്കാതിരിക്കുന്നത്? അവിടെ പോലീസ് കളിക്കുകയല്ലേ? പോലീസ് ഒറ്റ കാര്യം ചെയ്താൽ മതി, നീതി ചെയ്തു തന്നാൽ മതി. നീതി മാത്രം ചെയ്തു തന്നാൽ മതി, വേറൊന്നും വേണ്ട. ഞങ്ങൾ നീതി മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഒരു കാര്യം, വളരെ സമാധാനപരമായി ഈ പടയനെ നിങ്ങൾ കാണുക. ഏത് സമാധാനവാദികളും അവന്റെ മുറത്തിൽ കയറി കൊട്ടുമ്പോൾ പ്രതികരിക്കും. ഇത് നിർബന്ധിതമായ പ്രതിഷേധമാണ്. പലപ്പോഴും ഞങ്ങൾ പ്രതിഷേധിക്കാൻ അവസരം ചോദിച്ചിട്ട് ഞങ്ങൾ ഉത്തരവാദപ്പെട്ട നേതാക്കൾ വേണ്ട, നമുക്ക് മേൽപ്പുറയുണ്ട്, തീപ്പൊരി പേടിക്കണം, കുഴപ്പമുണ്ടായാൽ നഷ്ടം നമുക്കായിരിക്കും എന്നാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് വളരെ സമാധാനപരമായി ഞങ്ങൾ പറയുന്നു, കോർട്ട് ഓർഡർ നടപ്പാക്കി തരിക.